ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന വേദിയായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഏതാണ്ട് 4000 ചതുരശ്ര അടിയിലധികം വലിപ്പമുള്ള വളരെ വലിയ ഒരു വേദിയാണ്. ഈ വേദിയിലാണ് 3500 പ്രതിനിധികൾ ഇവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നത്. അവർക്കുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുന്ന അവസാനവട്ട ജോലികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. LED സ്ക്രീനുകളും സൗണ്ട് സിസ്റ്റവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങളും ഏതാണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ മുഖ്യമന്ത്രി ഏതാണ്ട് 9:30 ഇവിടേക്ക് എത്തുന്നത്, ഈ വേദിയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരും വിവിധ സംസ്ഥാനത്ത് തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളികളാവും. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാന വേദിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ, അല്ലാതെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം 2 സെഷനുകളാണ് ഈ വേദിയിലല്ലാതെ പുറത്ത് നടക്കുന്നത്. ഒന്ന് പമ്പയിലെ തന്നെ ഹിൽ ടോപ്പിലാണുള്ളത്. അവിടെ ഈ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ് നടക്കുന്നത്. ആ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ശബരിമലയിലെ സാധ്യതകൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങളാകും അവിടെ ചർച്ച ചെയ്യുക. ഈ പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ ആണ് ആ ചർച്ചയുടെ മോഡറേറ്ററായി ഈ വേദിയിൽ ഉണ്ടാകുക. ഉദ്ഘാടന സെഷന് ശേഷം പിന്നീട് ഹിൽ ടോപ്പിലും പമ്പ ഗണപതി കോവിലിന് തൊട്ട് സമീപമുള്ള ശ്രീരാമ സാകേതം ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് 2 സെമിനാറുകൾ നടക്കുന്നത്. ശ്രീരാമ സാകേതം ഓഡിറ്റോറിയത്തിൽ മുൻ DGP ആയിട്ടുള്ള ജേക്കബ് പുന്നൂസ് അടക്കം പങ്കെടുക്കുന്ന തിരക്ക് നിയന്ത്രണം, ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലുള്ള സെമിനാറുകളായിരിക്കും നടക്കുന്നത്. അതിനുശേഷം ശ്രീരാമ സാകേതത്തിലെ സെമിനാറിന് ശേഷം പിന്നീട് സമാപന സമ്മേളനമാണ്. ഏതാണ്ട് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5-5:30 മണി വരെ നീണ്ടു നിൽക്കുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ ശേഷമാകും എത്തുന്ന പ്രതിനിധികളിൽ ഏതാണ്ട് 300ഓളം ആളുകൾ സന്നിധാന ദർശനത്തിനായി ശബരിമലയിലേക്ക് കയറുന്നത്, പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ വലിയൊരു പരിപാടി, ഒരു ദിവസം മുഴുവൻ ഏതാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ വലിയ പരിപാടിയുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം നോക്കുന്ന പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ് ഈ ദൃശ്യങ്ങൾ എത്തുന്നത്. ഏതാണ്ട് ക്യാമറകളും മറ്റും സജ്ജീകരിച്ച് ഏതാണ്ട് 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പമ്പ മുതൽ സന്നിധാനം വരെ, നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ പോയിന്റുകളായി 8 സെക്യൂരിറ്റി സോണുകളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത്. 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സുരക്ഷയുടെ കാര്യങ്ങൾക്കായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ മേഖല DIG ആയിട്ടുള്ള അജിത ബീഗമാണ് ഈ സുരക്ഷയുടെ മേൽനോട്ട ചുമതലകൾ വഹിക്കുന്നത്. അതിനോടൊപ്പം സുരക്ഷയ്ക്ക് ശേഷം 7000 ചതുരശ്ര അടി വലിപ്പമുള്ള ഒരു വലിയ ഭക്ഷണ വിതരണ കേന്ദ്രം കൂടി, അല്ലെങ്കിൽ പ്രതിനിധികൾക്കടക്കമുള്ള ആളുകൾക്കും അതോടൊപ്പം ഇവിടെ എത്തുന്ന ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക ടെൻറ്റും ഇവിടെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ അതിന് 7000 ചതുരശ്ര അടിയോളം വലിപ്പമുള്ള ഒരു ജർമ്മൻ പന്തലാണ് അതിനായി ഒരുക്കിയിരിക്കുന്നതും. അതോടൊപ്പം ഇവിടെ എത്തുന്ന, അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകർക്കും ഉദ്യോഗസ്ഥർക്കും നമ്മൾ മാധ്യമപ്രവർത്തകർക്കുമൊക്കെ വളരെ കൗതുകം ഉയർത്തിക്കൊണ്ട് ഒരു പ്രത്യേക പവലിയനും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിക്ക് തൊട്ടരികിൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും വിശദമായി വിവരിക്കുന്ന ബോർഡുകളും ചിത്രങ്ങളും അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ പ്രത്യേക പവലിയൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഭക്തരുടെ ദർശനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത വളരെ സുഗമമായി തന്നെ ദർശനം സാധ്യമാക്കുകയും അതോടൊപ്പം അയ്യപ്പ സംഗമവും നടത്തി തീർക്കാനാണ് പ്രധാനമായും ഇപ്പോൾ പോലീസും അതോടൊപ്പം ദേവസ്വം ബോർഡും മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ദർശനം പോലും, അല്ലെങ്കിൽ ഈ ദർശനത്തിനായെത്തുന്ന തീർത്ഥാടകർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ തന്നെയായിരിക്കും പ്രതിനിധികളെയും സന്നിധാനത്തേക്ക് എത്തിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി എത്തുന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നതെങ്കിലും നാളേക്ക് യാത്ര മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും അവശേഷിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് എത്തിയാൽ തന്നെയും താമസിക്കാനുള്ള സജ്ജീകരണങ്ങളടക്കം ഇവിടെ PWD ഗസ്റ്റ് ഹൗസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വിപുലമായ സൗകര്യങ്ങളോടെ വിവിധ കേന്ദ്രങ്ങളിൽ കൃത്യമായ രീതിയിൽ പ്രതിനിധികളെയും പാർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഒരുക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ഇനി അയ്യപ്പ സംഗമം ആരംഭിക്കാനായി അതിൻ്റെ ഉദ്ഘാടനത്തിനായി ബാക്കിയുള്ളത്. പമ്പ ത്രിവേണിയിൽ നിന്നും സിജോ സുധാകരനൊപ്പം നന്ദുഷ S, മീഡിയ 1, പത്തനംതിട്ട.